ഇപ്പൊ ഇറാൻ യു എസ് ഈ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇപ്പൊ മേഖലയിലെ ഒരു വൻ ശക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രിയാണ് നമ്മൾ എന്ന് പറയുന്നത്. മാത്രമല്ല ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ LPG ഇമ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം പാചകവാതക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം 900 സംതിങ് റുപ്പീസ് ആണ് ഈ പറയുന്ന പാചകവാതകത്തിന് കൂടിയത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്കെല്ലാം കൂടിയത്. എന്നിരുന്നാൽ കൂടെ അതിനെ പല വിധത്തിൽ നമ്മുടെ മാർക്കറ്റിനെ അത് അഫക്ട് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു റീസണേ ഉള്ളൂ, ഹോർമോസ് കടന്നിട്ട് നമുക്ക് വേണ്ട അത്ര അളവിലുള്ള LPG ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നത്. ഏകദേശം 45,000 ടൺ LPGയുമായി ഇന്ത്യയുടെ സൂപ്പർ ടാങ്കർ തടസ്സങ്ങൾ ഭേദിച്ച് സർവ്വശക്തി ലക്ഷ്യസ്ഥാനത്തേക്ക്. പക്ഷേ ഈ ന്യൂസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്കറിയാം അമേരിക്കയുടെ ഉപരോധം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഇറാന് ഹോർമൂസിനെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം, ഈ കപ്പൽ ഇറാന് ഈ ടോള് കൊടുത്തിട്ടാണോ വരുന്നത് അതോ ടോള് കൊടുക്കാതെയാണോ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സോഴ്സുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാന് ടോള് കൊടുക്കാണ്ട് തന്നെയാണ് ഈ കപ്പൽ വരുന്നത് എന്നുള്ളതാണ്.